ഇപ്പോൾ ഈ ദൗത്യത്തിന് നേതൃത്വം കൊടുത്ത മലയാളി കൂടിയായ മേജർ ജനറൽ മാത്യു സാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സാർ, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. എങ്ങനെയാണ് ഈ ഒരു ദൗത്യത്തിൽ വളരെ സഹായകരമാവില്ല ഒരു പാലത്തിൻ്റെ? വളരെ സഹായകരമാവും. വളരെ കുറച്ച് സമയത്തിനുള്ളിൽ നമുക്കിത് ചെയ്യാൻ സാധിച്ചു. ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് ഇത് ചെയ്യാൻ സാധിച്ചു. അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിൻ്റെ ആൾക്കാരാണ് ഇത് നിർമ്മിച്ചത്. അവരെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇന്ത്യൻ ആർമിയുടെ ഒരു എഞ്ചിനീയറിംഗ് ടാസ്ക് ഫോഴ്സ് ആണ് ഇവിടെ വന്നത് ഇത് നിർമ്മിക്കാൻ വേണ്ടി. അതിപ്പോൾ പാലം നിർമ്മിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് സിവിൽ ഗവൺമെൻറ്റിന് ഇന്ന് ഹാൻഡ് ഓവർ ചെയ്യും. എല്ലാ വാഹനങ്ങൾക്കും ഇനി അതിലൂടെ കടന്നു പോകാം? എല്ലാവർക്കും അതിലൂടെ കടന്നു പോകാം. അവിടെ കുടുക്കി കിടക്കുന്ന ഒരുപാട് ആളുകളൊക്കെ തന്നെ പാലമില്ലാത്ത പോലും ഇപ്പുറത്ത് എത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ ഇനി മാറിക്കിട്ടും? എല്ലാം മാറിക്കിട്ടും. ഇനി എല്ലാ സംഗതികളും നമുക്ക് അങ്ങോട്ട് എത്തിക്കാൻ സാധിക്കും. എത്ര ആളുകളായിരുന്നു ഈ മിഷനിലുണ്ടായിരുന്നു സാർ? ഈ പാലം നിർമ്മിക്കാനായിട്ട് 160ഓളം എഞ്ചിനീയർ ടാസ്ക് ഫോഴ്സിലെ ഇന്ത്യൻ ആർമിയിലെ ആൾക്കാർ ഇവിടെ ഇതിൽ പണിയെടുത്തു. ഈ സേനയുടെ ചരിത്രത്തിൽ തന്നെ സമീപകാലത്ത് ഒരു പക്ഷേ ഏറെക്കാലത്തിന് ശേഷമായിരിക്കും ഇങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുത്ത് വളരെ വേഗത്തിൽ പൂർത്തിയാക്കുന്നതല്ലേ? അല്ല, സേന ഇങ്ങനെ ബ്രിഡ്ജ് എവിടെയെങ്കിലും പോയാലും പല സ്ഥലങ്ങളിലും സേന ബ്രിഡ്ജ് ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ ഉണ്ടാക്കിയത്. പല സ്ഥലങ്ങളിലും പാലം ഒഴുകി പോവുകയോ കേടുവരികയോ ചെയ്യുമ്പോൾ ഞങ്ങൾ ബ്രിഡ്ജ് നിർമ്മിക്കാറുണ്ട്. അതേ സമയപരിധിയിൽ തന്നെ നമുക്ക് ഇവിടെയും നിർമ്മിക്കാൻ സാധിച്ചു. അതാണ് ഞങ്ങൾ. ഇതിന് എത്ര കാലം ഇവിടെ സ്ഥാപിക്കാൻ സാധിക്കും? ഇത് പുതിയൊരു ബ്രിഡ്ജ് ഉണ്ടാകുന്നത് വരെ ഈ ബ്രിഡ്ജ് ഇവിടെ തന്നെ കാണും. ശക്തമായ മറ്റു തരത്തിലുള്ള മലവെള്ളപ്പാച്ചിലൊക്കെ തന്നെ ഉണ്ടെങ്കിലും അതിനെ ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പക്ഷേ ഇനി എന്ത് തരത്തിലുള്ള മലവെള്ളപ്പാച്ചിലാണ് വരുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ തൽക്കാലം ഈ ബ്രിഡ്ജ് ഒരു പെർമനന്റ് ബ്രിഡ്ജ് പോലെ തന്നെ ഇവിടെ ഉണ്ടാവും. സേന ഇവിടെ എത്തിയതിൽ ആദ്യം ഏറ്റെടുത്ത ഏറ്റവും വലിയ ദുഷ്കരമായുള്ളൊരു ദൗത്യമായിട്ടായിരുന്നു ഇതിനെ കണ്ടിരുന്നത്. പക്ഷേ 24 മണിക്കൂർ തന്നെ പൂർത്തിയാക്കി. ഇനി അടുത്തതായിട്ട് മുന്നിലുള്ള ദൗത്യം അതെന്താണ്? ബാക്കി ഇവിടെയുള്ള ബാക്കി സ്ഥലങ്ങളിലുള്ള ഡെഡ് ബോഡീസോ ആൾക്കാരോ കുടുങ്ങി കിടപ്പുണ്ടെങ്കിൽ അവരെ റെസ്ക്യൂ ചെയ്യാനുള്ള ദൗത്യമാണ്. അത് കണ്ടിന്യൂ ചെയ്യും. അത് ഓൾറെഡി നടക്കുന്നുണ്ട്. അത് തന്നെ ഇനി കണ്ടിന്യൂ ചെയ്യും.